സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ അടച്ചു തീർത്തിട്ടും കാഴ്ചശക്തിയില്ലാത്ത വയോധികന് കുടിയിറക്ക് ഭീഷണി വന്നു. തൃശൂർ മേലൂർ കാരുണ്യ നഗർ സ്വദേശി കുമാരനാണ് വെണ്ണൂർ സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. 2015 മകളുടെ കല്യാണ ആവശ്യത്തിനായി ബാങ്കിൽ നിന്നും എടുത്ത 2 ലക്ഷം രൂപയുടെ വായ്പ 2017 തന്നെ അടച്ചു തീർത്തു. ആധാരം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ 12 ലക്ഷം വായ്പ ബാക്കിയുണ്ടെന്നാണ് സഹകരണ ബാങ്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. 2015 എൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അനീതിയുടെ വിവാഹാവശ്യത്തിനുമായിട്ട് 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. ആ 2 ലക്ഷം രൂപ 5/1/2017 2 വർഷം കൊണ്ട് ഞങ്ങളത് അടച്ചു തീർക്കുകയും ചെയ്തു. ഞങ്ങൾ ലോൺ എടുത്ത് കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് ചലാൻ ഞങ്ങൾക്ക് തരണ്ടേ. അത് ചോദിക്കുമ്പോൾ പറയണേ ലോൺ ബാധ്യത തീർന്നിട്ടില്ല എന്ന്. അത് സെക്രട്ടറി സാബു എന്തോ ക്രയവിക്രയം ചെയ്താണ് ഇതിനകത്ത് ചെയ്യണത്. എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയോട് പറയും. സെക്രട്ടറി തരുന്നില്ല. അപ്പോൾ സെക്രട്ടറി ഇതിൽ എന്തോ വ്യാജരേഖ ചെയ്ത് അവർ കാശെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടാണ്ടായപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ സൂരജ്. ഈ കാഴ്ചപരിമിതിയുള്ള വയോധികന് നേരെയാണ് ഇപ്പോൾ ഈ ബാങ്കിന്റെ ക്രൂരത എന്ന പരാതി ഉയരുന്നത്. 2015 മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഈ കാരുണ്യനഗർ സ്വദേശിയായിട്ടുള്ള കുമാരൻ 2 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. 2017 ഈ 2 ലക്ഷം രൂപ വായ്പ തിരിച്ചടയ്ക്കുന്നു. അതിനുശേഷം ഈ തിരിച്ചടച്ചതിന്റെ റെസിപ്റ്റ് അടക്കം അവർ നൽകുകയും ചെയ്യുന്നുണ്ട് കുമാരൻ. അങ്ങനെ ഈ റെസിപ്റ്റ് അടക്കം കൈപ്പറ്റിയതിനു ശേഷം ആധാരം ചോദിക്കുന്ന സമയത്ത് ബാങ്ക് അധികൃതർ ഈ ആധാരം നൽകുന്നില്ല. കാഴ്ചപരിമിതിയുള്ള ആളാണ്. പലരുടെയും സഹായത്തോടെ പല തവണ ഈ ബാങ്കിലെത്തി ആധാരം ചോദിച്ചു എന്നുള്ളതാണ് കുമാരൻ പറയുന്നത്. ആ സമയത്തൊന്നും ഇവർക്ക് ഈ ആധാരം മടക്കി നൽകിയില്ല. പിന്നീട് ഈ ബാങ്കിൽ നിന്ന് ഇവർക്കൊരു നോട്ടീസ് ലഭിക്കുന്നു. അത് ഈ ജപ്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നോട്ടീസാണ്. അത്തരം നോട്ടീസുകൾ ലഭിക്കുന്നു. അതേ തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബാങ്കിൽ 12 ലക്ഷം രൂപയുടെ വായ്പ കൂടി ഇവർ തിരിച്ചടയ്ക്കാനുണ്ട് എന്ന വിവരം ബാങ്ക് അധികൃതർ പങ്കുവെക്കുന്നത്. ഒരു വിചിത്രവാദമാണ്. അതായത് ഈ 2015 ഇദ്ദേഹത്തിന് ലോൺ നൽകുന്നതിന് മുൻപ് 2009 സഹോദരന്റെ പേരിൽ ഒരു വായ്പ ഉണ്ടായിരുന്നു. ആ 2 ലക്ഷം രൂപ അടച്ചു തീർത്തില്ല എന്നുള്ളതാണ് ബാങ്ക് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2015 ഇയാൾക്ക് എങ്ങനെ 2 ലക്ഷം രൂപ വായ്പ ലഭിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നു. അതിനുശേഷം ഈ 2017 ഈ 2 ലക്ഷം രൂപ അടയ്ക്കുകയും പിന്നീട് 2019 10 ലക്ഷം രൂപ ഈ കുമാരൻ വായ്പ എടുത്തു എന്നുള്ളതാണ് ബാങ്ക് ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ കുമാരൻ പറയുന്നത് താൻ അങ്ങനെ വായ്പ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കുമാരൻ പറയുന്നു. എന്നാൽ ഏത് അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ ആർക്കാണ് പണം കൈമാറിയതെന്ന് സംബന്ധിച്ച് ബാങ്ക് ഒരു വിശദീകരണവും നൽകുന്നില്ല. ഈ ജപ്തി നടപടിയിലേക്ക് പോയതോടുകൂടിയാണ് കുടുംബം ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ മാള പോലീസിൽ ഔദ്യോഗികമായി തന്നെ കുടുംബം പരാതി നൽകിയിരിക്കുന്നു. ബാങ്ക് അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയാണ് ഈ വെണ്ണൂർ സഹകരണ ബാങ്കിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിന്റെ വിശദീകരണം നമ്മൾ ചോദിച്ചിരുന്നു. ബാങ്ക് പറയുന്നത് ഇത് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ബാങ്ക് ആരോപിക്കുന്നത്. 12 ലക്ഷം രൂപയുടെ വായ്പ പെൻഡിംഗ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ നടപടി എന്ന് ബാങ്ക് ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്കടക്കം കുമാരൻ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സ്കേൽ. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.